അന്നയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സമാധാനമായി. കിടന്നിട്ടാണേ ഉറക്കം വരുന്നില്ല. എനിക്ക് കാര്യമായി എന്തോ കുഴപ്പമുണ്ട്. നേരത്തേക്ക് കട്ടിൽ കണ്ടാൽ മതിയായിരുന്നു, ഉറക്കം വരുന്ന വഴി അറിയില്ലായിരുന്നു. എന്നാൽ കടുവ എൻ്റെ ലൈഫിൽ വന്ന അന്ന് തുടങ്ങി ഈ നിദ്രാദേവി എന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഞാൻ പതിയെ എഴുന്നേറ്റ് എൻ്റെ കബോർഡ് തുറന്ന് അതിൽ നിന്നും ഇന്ന് വാങ്ങിയ ഡ്രസ്സ് ഇരുന്ന കവറെടുത്തു. കവറിൽ നിന്നും ഡ്രസ്സ് എടുത്ത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കി നിന്നു. എന്നാലും കടുവയ്ക്ക് ഇത്രയൊക്കെ സെലക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഇത്ര ചേരുന്ന ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അത് പറയാതിരിക്കാൻ വയ്യ. അഭി പറയുന്ന പോലെ ആള് പൊളിയാണ്. അല്ല, എന്താ എൻ്റെ മഹാദേവ, ഇതിപ്പോൾ വന്ന് എന്ത് പറഞ്ഞാലും ചെയ്താലും അതെല്ലാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആ കടുവയിൽ തന്നെയാണല്ലോ. ഇതാ ഞാൻ പറഞ്ഞേ, എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ബെസ്റ്റ്, ഞാനിത് ആരോടാ പറയുന്നേ? എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ ഓരോ പണി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. പണി ഇങ്ങനെ തരുന്നു എന്ന് കരുതി ഞാൻ വിളി നിർത്തുമെന്ന് കരുതണ്ട, ഞാൻ ഇനിയും വിളിക്കും. രാവിലെ തന്നെ അലാറം അടിക്കുന്ന കേട്ടാണ് എഴുന്നേറ്റത്. ഇതിപ്പോൾ പതിവാണ്. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. അല്ലാതെ ലേറ്റായി ചെന്ന പ്രേം സാറ് ഗെറ്റ് ഔട്ട് അടിക്കുമെന്നൊന്നും പേടിച്ചിട്ടല്ല കേട്ടോ. വേഗം റെഡിയായി ഇറങ്ങി അന്നയെയും പിക്ക് ചെയ്ത് കോളേജിലേക്ക് വിട്ടു. അന്നെ, നീ പൊക്കോ, ഞാനൊന്ന് ലൈബ്രറി പോയി വരാം. ശരി, ബെല്ലടിക്കുന്ന മുന്നേ വന്നേക്കണം. വന്നേക്കാം എൻ്റെ അന്നക്കൊച്ചേ. ഞാൻ നേരെ ലൈബ്രറിയിലേക്ക് നടന്നു. ലൈബ്രറിയിൽ പോയി ബുക്ക് റിട്ടേൺ ചെയ്ത് ലൈബ്രറിയിൽ നിന്ന് കുറച്ചു മാറി തണൽ വിരിച്ചു പൂത്തുലഞ്ഞു നിൽക്കുന്ന വാഗമരം. ഈ കലാലയത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. ഞാൻ നേരെ വാഗമരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്നു. അവിടെയുള്ള സിമൻറ്റ് ബെഞ്ചിലിരുന്നു. ഈ കോളേജിൽ മറ്റൊരിടത്തും കിട്ടാത്ത, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറാൻ കാരണം. പെട്ടെന്ന് ചെറിയൊരു കാറ്റ് വീശി ഒരു വാഗപ്പൂ എൻ്റെ മടിയിൽ വന്ന് വീണു. ഞാൻ ആ പൂവിനെ കയ്യിലെടുത്തു. പ്രണയത്തിന് തണലാകാൻ വീണ്ടും വസന്തമൊരുക്കി നിൽക്കുന്ന വാഗപ്പൂ, നിന്നോട്, നിന്റെ രക്തവർണ്ണത്തിനോട് എനിക്കെന്നും അസൂയയാണ്. പൂത്തുലഞ്ഞു നിൽക്കുന്ന നിന്നെ കാണുമ്പോൾ എൻ്റെ മനസ്സും പൂത്തുലയുന്നു, ഒരു പ്രണയത്തിനെന്ന പോലെ. എവിടെയോ വായിച്ച വരികളാണ് അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാ. ഇപ്പോൾ ഈ പൂവ് കണ്ടപ്പോൾ ആദ്യം മനസ്സിലോടിയെത്തിയത് ഈ വരികളായിരുന്നു. ഞാൻ മെല്ലെ കണ്ണടച്ച് ചാരിയിരുന്നു. എന്തോ ഈ നിമിഷം എൻ്റെ മനസ്സിൽ തെളിയുന്നത് പ്രേം സാറിൻ്റെ മുഖമാണ്. പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ കണ്ടത് എന്നെ തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന പ്രേം സാറ്. എൻ്റെ മഹാദേവ, ഞാൻ സ്വപ്നം കാണുവാണോ? ഞാൻ ഒന്നുകൂടെ കണ്ണ് ചിമ്മി തുറന്ന് മുന്നിൽ പ്രേം സാറ് നിൽപ്പുണ്ട്. പക്ഷേ മുഖത്ത് ഞാൻ കണ്ട പുഞ്ചിരിയില്ല, പകരം ആ സ്ഥായി ഭാവം തന്നെ. എന്തടി ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? നീ എന്താ ക്ലാസ്സിലൊന്നും കയറാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് സാർ, ഞാൻ ലൈബ്രറി ബുക്ക് റിട്ടേൺ ചെയ്യാൻ വന്നതാ. അത് കഴിഞ്ഞ് ഇവിടെ വെറുതെ വന്നിരുന്നതാണ്. ബെല്ലടിക്കാനായി, എളുപ്പം ക്ലാസ്സിൽ പോടി. പോവാണ് സാർ. അത് പറഞ്ഞ് അവൾ അവിടുന്ന് എഴുന്നേറ്റു. എന്നാൽ കടുവ ചിരിച്ചോണ്ടല്ലേ നിന്നത്? ഓ, എവിടുന്ന്, എനിക്ക് തോന്നിയത് തന്നെയാ. അല്ലാതെ ആ മുഖത്ത് ആ ഭാവമൊന്നും എന്നെ കാണുമ്പോൾ വരില്ലല്ലോ. അങ്ങനെ വിചാരിച്ച എന്നെ പറഞ്ഞാൽ മതി. വണ്ടി പാർക്ക് ചെയ്ത് വന്നപ്പോഴാണ് വാഗമരത്തിൻ്റെ ചോട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന അമ്മൂനെ കണ്ടത്. അവിടെ എല്ലാവരും അമ്മു എന്നാ വിളിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം അൻവിൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പം മുതൽ അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ നേരെ അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കയ്യിൽ വാഗപ്പൂവും പിടിച്ച് കണ്ണടച്ചിരിക്കുന്നു. കാര്യമായി എന്തോ ആലോചനയിലാണ് കക്ഷി. ആ ഇരിപ്പ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. കൃത്യം അപ്പോൾ തന്നെ അവൾ കണ്ണു തുറന്നിരുന്നു. എന്നെ കണ്ട് അന്തം വിട്ട് നിൽക്കുക. പെട്ടെന്ന് അവൾ വീണ്ടും കണ്ണടച്ചു തുറന്നു. അപ്പോൾ തന്നെ ഞാൻ അവളുടെ മുന്നിൽ കലിപ്പ് മോഡ് ഓൺ ചെയ്തു. അങ്ങനെ പെട്ടെന്നൊന്നും നിന്റെ മുന്നിൽ ഈ കലിപ്പ് ഇമേജ് മാറ്റി പിടിക്കാൻ പറ്റില്ലല്ലോ അമ്മു. അമ്മു, നീ ഇതെവിടെയായിരുന്നു? ഇപ്പോൾ വരാ എന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു? അപ്പോഴാണ് അവൾ എൻ്റെ കയ്യിലിരിക്കുന്ന വാഗപ്പൂ അന്നെ കാണുന്നത്. ഇപ്പോൾ മനസ്സിലായി നീ എവിടെയായിരുന്നുവെന്ന്. നിന്റെ ഈ വട്ട് ഇനിയും കഴിഞ്ഞില്ലേ അമ്മു? അത് അങ്ങനെയാണ് അന്നെ. ചില ഇഷ്ടങ്ങളുണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആഴത്തിൽ പതിഞ്ഞവ. അത് അങ്ങനെയൊന്നും പോവില്ല മോളെ. അത്തരത്തിലൊന്നാ നീ ഇപ്പോൾ പറഞ്ഞ ഈ വട്ടും. എൻ്റെ പൊന്നോ, നമിച്ചു അവിടെ ഒരു സാഹിത്യം. അതെങ്ങനെ നേരെ മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാകാത്ത നിന്നോട് ഇങ്ങനെ കാവ്യാത്മകമായി പറഞ്ഞ എന്നെ വേണം തല്ലാൻ. എത്ര തല്ല് വേണം പറഞ്ഞോ, ഞാൻ റെഡിയാണ്. ഇളിച്ചോണ്ട് പൂജയെ നോക്കി പറഞ്ഞു. എൻ്റെ പൊന്നന്നമ്മേ, നീ എത്ര കാലമായി എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇപ്പോഴും വാ തുറന്ന ഈ നിലവാരമില്ലാത്ത കോമഡി മാത്രമേ വരൂ. ഞാനൊന്നും പറഞ്ഞില്ലേ? അല്ലേലും നിന്നോട് പറഞ്ഞു ജയിക്കാൻ പറ്റില്ലല്ലോ. അതാണ്, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ, അതെന്നെ ഭാഗ്യം. അപ്പോഴേക്കും പ്രേം സാർ വന്ന് ക്ലാസ് എടുത്തു. സമയം പോയത് അറിഞ്ഞില്ല. അല്ലേലും കുറ്റം പറയരുതല്ലോ. സ്വഭാവം ഇങ്ങനെയാണെങ്കിലും കടുവയുടെ ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ പുലിയാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് സാറ് പോയി.
ഇപ്പോൾ എന്തായാലും ക്ലാസ്സിൽ വെച്ച് പണി തരൽ ഒന്നുമില്ല, അതാണൊരു സമാധാനം. അമ്മു വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് വരാം. ശരി വാടി. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് കോളേജിലെ മ്യൂസിക് ബാൻഡിലെ കിഷോറും നയനയും അങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളുടെ അടുത്ത് കസേരട്ടിയിരുന്നു. എന്താ മക്കളെ, എന്തോ ഉടായിപ്പായി ഇറങ്ങിയതാണല്ലോ. പൂജ, നീ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആദ്യം കാര്യം എന്താണെന്ന് പറ. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിട്ടേക്ക്. അതൊക്കെ പറയാം. എൻ്റെ പൊന്ന് നയന, ഇങ്ങനെ വളച്ചു കെട്ടാതെ കാര്യം പറ. അത് ബാൻഡിലെ ഗിറ്റാറിസ്റ്റ് ആയിരുന്ന നന്ദുവിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഹോസ്പിറ്റലാണല്ലോ. എങ്ങനെ പോയാലും 2 മാസത്തോളം ആവും അവനൊന്ന് ഓക്കെ ആവാൻ. അതുകൊണ്ട് അവന് പകരം നീ അന്ന് ഞങ്ങളുടെ കൂടെ കയറണം. പറ്റുമോ നിനക്ക്? പ്ലീസ്. നോ വേ, എനിക്ക് പറ്റില്ല. വേറെ ആരെങ്കിലും നോക്കിക്കോ. അങ്ങനെ പറയില്ല പൂജ, നീ നന്നായി ഗിറ്റാർ വായിക്കുന്നതല്ലേ. ഇനി വേറെ ഒരാളെ കണ്ടുപിടിക്കാൻ പാടാണ്. നീ ആവുമ്പോൾ ഓക്കെയാണ്. പക്ഷേ നയന, ഞാൻ കുറേ ആയി ഗിറ്റാർ എടുത്തിട്ട് തന്നെ. ടച്ചെല്ലാം വിട്ടു. എന്നെക്കൊണ്ട് പറ്റില്ല. എന്നെ ഒഴിവാക്കിയേക്ക്. വേറെ ആരെങ്കിലും കാണും. 1 വീക്കില്ലേ. ഇനി നീ ഇല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല പൂജ. പ്ലീസ്, നീ എതിര് പറയരുത്. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇവർ ഇങ്ങനെ ഇത്രയും പറയുമ്പോൾ ചെയ്തു കൊടുക്കാമോ? അന്നേ, അത് ശരിയാവുമോ? ഞാൻ കുറേ കാലമായില്ലേ ആ ഗിറ്റാർ എടുത്തിട്ട്. ശരിയാവും പൂജ, ഞങ്ങൾക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ്. എങ്കിലൊരു കൈ നോക്കാം അല്ലേ? പിന്നെ അല്ല. ഹൗ, സമാധാനമായി. മാധവേട്ട, 2 സ്ട്രോങ് ചായ കൂടി ഇങ്ങ് പോരട്ടെ. അല്ല പിന്നെ. എൻ്റെ ഗിറ്റാറും എടുത്ത് ബാൽക്കണിയിൽ പോയിരുന്നു. സ്ട്രിങ് എല്ലാം ശരിയാക്കി പതിയെ ഒരു ബേസിക് ഒന്ന് വായിച്ചു നോക്കി. ഇതെന്താ ചേച്ചി, കുറേ നാളായി നിർത്തിവെച്ച പരിപാടിയാണല്ലോ. നീ വീണ്ടും തുടങ്ങിയോ? തുടങ്ങേണ്ടി വന്നൂടാ. അതെന്തേ, എന്തു പറ്റി? നെക്സ്റ്റ് വീക്ക് ഞങ്ങളുടെ കോളേജ് ഡേ. അന്ന് കോളേജിലെ മ്യൂസിക് ബാൻഡിൻ്റെ വക പ്രോഗ്രാമുണ്ട്. ബാൻഡിലെ ഗിറ്റാറിസ്റ്റ് നന്ദു ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലാണ്. പകരം എന്നെ പിടിച്ചിട്ടു. ചുമ്മാതല്ല, ഇതും പിടിച്ച് ഇവിടെ വന്നിരിക്കുന്നേ. കുറേ നാളായി ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇനി വീണ്ടും ഇത് സഹിക്കേണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വരാ. മോനെ, വല്ലാണ്ടങ്ങ് ആക്കല്ലേ. അല്ലേലും കലാബോധം ഇല്ലാത്ത നിനക്ക് അങ്ങനെയൊക്കെ തോന്നൂ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എൻ്റെ ചേച്ചി. സത്യം പറഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ചേച്ചി. മതി പതപ്പിച്ചത്. ഇതാ നിൻ്റെ കുഴപ്പം. ഒരു സത്യം പോലും പറയാൻ സമ്മതിക്കില്ല. ദേ, ഫുഡ് കഴിക്കാൻ അമ്മ വിളിക്കുന്നുണ്ട്. താഴേക്ക് വാ. ഞാനിപ്പോൾ വരാം, നീ പൊക്കോ. എളുപ്പം വരണേ. ഓ, വരട ചെറുക്ക. അവൻ താഴേക്ക് പോയ ശേഷം ഗിറ്റാർ കൊണ്ട് റൂമിൽ വെച്ച് ഞാൻ താഴേക്ക് ചെന്നു. അല്ല അമ്മോ, ഇവൻ പറഞ്ഞു കോളേജിൽ എന്തോ പരിപാടി ഉണ്ടെന്ന്. എന്താണ് പരിപാടി? അതെ അച്ഛേ, കോളേജിലേക്ക് ഒരു മ്യൂസിക് പ്രോഗ്രാം ഞാനാണ് ഗിറ്റാർ പ്ലേ ചെയ്യുന്നത്. എന്തായാലും നന്നായി. കുറേ നാളായി നീ അത് കൈകൊണ്ട് പോലും തൊടുന്നില്ലായിരുന്നല്ലോ. ഇതും എനിക്ക് വലിയ താല്പര്യമുണ്ടായിട്ടല്ല, പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ നിന്നു കൊടുത്തു എന്നേ ഉള്ളൂ അച്ഛേ. അല്ലേലും അവൾ അങ്ങനെയല്ലേ ഹരിയേട്ട. എന്ത് കാര്യത്തിനും ആദ്യം വലിയ ഉത്സാഹമായിരിക്കും, പിന്നെ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഇങ്ങനൊരു മടിച്ചി. അമ്മ അവളോടായി പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ എൻ്റെ ഗീതാമേ. 10 ഗുണം 10 ഗുണം എന്നല്ലേ. ദേ അമ്മു, ഒന്ന് കിട്ടും കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എൻ്റെ ഗീതാമേ. അമ്മ മടിച്ചൊന്നുമല്ലല്ലോ. മതി, എളുപ്പം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക്. ഫുഡ് കഴിച്ച് വീണ്ടും ഗിറ്റാർ എടുത്ത് ബാൽക്കണിയിൽ പോയി. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ പുഞ്ചിരി തൂകുന്ന അതിന് മാറ്റുകൂട്ടാൻ എന്നോണം 1000 നക്ഷത്രങ്ങളും. അവൾ അതൊന്ന് നോക്കി നിന്നു. പതിയെ എൻ്റെ വിരലുകൾ ഗിറ്റാറിൽ സംഗീതം പൊഴിക്കാൻ തുടങ്ങി. ആ നിമിഷം എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ മുഖം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രേം സാറിൻ്റെ ആയിരുന്നു. അങ്ങനെ ഇന്നാണ് ഞങ്ങളുടെ കോളേജ് ഡേ. പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അന്നയെയും കൂട്ടി നേരത്തെ തന്നെ കോളേജിലെത്തിയിരുന്നു. അങ്ങനെ ഒരുവിധം പ്രാക്ടീസ് എല്ലാം തീർത്ത് അന്നയോട് പറഞ്ഞ് നേരെ ഞാൻ എൻ്റെ ഫേവറേറ്റ് പ്ലേസിൽ പോയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം സ്റ്റേജിൽ കയറാൻ പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആകെപ്പാടൊരു ടെൻഷൻ. ഈ വാഗച്ചോട്ടിലിരിക്കുമ്പോൾ ഒരു പുതു എനർജി വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് എപ്പോഴാണെങ്കിലും അങ്ങനെയാ ഫീൽ ചെയ്യാറ്. അപ്പോഴേക്കും അന്ന എൻ്റെ അരികിലേക്ക് വന്നിരുന്നു. അമ്മു, എനിക്കറിയായിരുന്നു നീ ഇവിടെ തന്നെ കാണുമെന്ന്. മറുപടിയായി ഞാനൊന്ന് ചിരിച്ചു. എന്ത് പറ്റി എൻ്റെ അമ്മൂസിന്? അറിയില്ല അന്നെ, മേ ബി നാളുകൾക്ക് ശേഷം സ്റ്റേജിൽ കയറുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. എനിക്കറിയില്ല. നീ അങ്ങനെ സ്റ്റേജ് ഫിയർ ഒന്നുള്ള ആളല്ലല്ലോ. പിന്നെ ഇപ്പം എന്തു പറ്റി? എന്തോ അറിയില്ല. ഇത്ര നാളുകൾക്ക് ശേഷമല്ലേ, അതായിരിക്കും. ഒരു ടെൻഷനും വേണ്ട. ഇന്ന് നിങ്ങൾ പൊളിക്കും. അതുമാത്രം മനസ്സിൽ മതി. പ്രാക്ടീസ് ടൈമിൽ ഞാൻ കണ്ടതല്ലേ, പ്രോഗ്രാം കിടുവാവും. ശരിക്കും? പിന്നെ ശരിക്കും. അന്നമ്മ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല.
ഹാ, അപ്പോൾ ടെൻഷനെല്ലാം പോയോ? കുറച്ചൊക്കെ പോയി. അതെന്താ ഈ കുറച്ച്? മൊത്തത്തിൽ പോവില്ലേ? അത് പോണേ, ഞങ്ങളുടെ പ്രോഗ്രാം കഴിയണം. ഞാൻ കാരണം പ്രോഗ്രാം കുളമായിരുന്നു, ആരും പറയരുത്. അതാണ് എൻ്റെ ടെൻഷൻ. അങ്ങനെയൊന്നും വരില്ല എൻ്റെ അമ്മു. അപ്പോഴാണ് സെക്കൻഡ് ഇയറിലെ അഞ്ചു ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. പൂജ ചേച്ചി, നയന ചേച്ചി തിരക്കുന്നുണ്ട്. അന്ന വാ, ലാസ്റ്റ് റൗണ്ട് പ്രാക്ടീസ് ചെയ്യാനാവും. ശരി വാടി പോവാം. അമ്മു, ദേ പ്രേം സാർ. അപ്പോഴാണ് ഞങ്ങൾക്കെതിരെ വരുന്ന പ്രേം സാറിനെ അവർ രണ്ടുപേരും കണ്ടത്. എന്താ അന്ന, നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയില്ലേ? അവിടെ പ്രോഗ്രാം തുടങ്ങിയല്ലോ. അതോ ഇനി മുങ്ങാനുള്ള പ്ലാനാണോ? അയ്യോ അല്ല സാർ, ഇവൾക്ക് പ്രോഗ്രാമുണ്ട്, അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ പോവുക. ഞാൻ കൂടെ പോകുന്നു എന്നേ ഉള്ളൂ. ഓ ഓക്കെ, എന്നാൽ ശരി, നടക്കട്ടെ. അതും പറഞ്ഞ് കടുവ സ്ഥലം വിട്ടു. ഒന്ന് മൈൻഡ് കൂടെ ചെയ്തില്ലല്ലോ. ഇയാളെന്താ ഇങ്ങനെ? അമ്മു വാ പോവാം. അന്നയുടെ വിളിയാണ് എന്നെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. അങ്ങനെ അവസാന പ്രാക്ടീസും കഴിഞ്ഞു. അവൾക്കപ്പോഴും വല്ലാത്ത ടെൻഷൻ. ഞങ്ങളുടെ പ്രോഗ്രാം ഉച്ചയ്ക്ക് 2:30-ക്കാണ്. ഇപ്പോൾ സമയം 1 മണിയായി. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. ഞങ്ങൾ എല്ലാവരും വേഗം പോയി ഫുഡ് കഴിച്ചു വന്നു. എല്ലാവരും പ്രോഗ്രാമിന് റെഡിയായി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. എല്ലാം സെറ്റ് ചെയ്തു. അമ്മു, ഞാൻ ഫ്രണ്ടിൽ തന്നെ കാണും, ഒരു ടെൻഷനും വേണ്ട. അടിച്ചു പൊളിക്കും മുത്തേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മുത്തേ. ലവ് യു ടു. അടുത്തതായി ഞങ്ങളുടെ പ്രോഗ്രാമായിരുന്നു. ഞങ്ങൾ റെഡിയായി. എൻ്റെ മഹാദേവ കാത്തോണേ. കർട്ടൻ ഉയർന്നു. അന്ന മുന്നിൽ തന്നെ ഉണ്ട്. അവൾ എനിക്ക് നേരെ തംസപ്പ് കാണിച്ചു. ഞാൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് കുറച്ചപ്പുറത്ത് മാറി മുന്നിൽ തന്നെ നിൽക്കുന്ന പ്രേം സാറിനെ കണ്ടത്. ഇപ്പോൾ പക്ഷേ മുഖത്തുള്ളത് ആ സ്ഥായി ഭാവമല്ല എന്ന് മാത്രം. ഒരു ചെറു പുഞ്ചിരി ആ മുഖത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്തോ അത് കണ്ടപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു. ഇതുവരെ ഉണ്ടായിരുന്ന ടെൻഷനെല്ലാം എവിടെയോ പോയി മറഞ്ഞ പോലെ ഒരു ഫീലിംഗ്. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണുകൾ പ്രേം സാറിനെ ചെന്ന് പതിഞ്ഞു. അപ്പോഴെല്ലാം ആ പുഞ്ചിരി മായാതെ ആ മുഖത്ത് തെളിഞ്ഞു കണ്ടു. പ്രോഗ്രാം അവസാനിച്ചതും നിറഞ്ഞ കരഘോഷങ്ങൾ ഉയർന്നു. പരിപാടി വളരെ ഗംഭീരമായി തന്നെ അവസാനിച്ചു. ഞാൻ നേരെ ഇറങ്ങി സ്റ്റേജിന് മുൻവശത്ത് ചെന്ന് അന്ന ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ എങ്ങനെ ഉണ്ട് അമ്മു? എന്തായിരുന്നു നിന്റെ ടെൻഷൻ? ഇപ്പോൾ എല്ലാം ഭംഗിയായില്ലേ? അന്ന ഓരോന്ന് പറയുമ്പോഴും എൻ്റെ മിഴികൾ തിരഞ്ഞത് പ്രേം. പക്ഷേ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. അമ്മു, നീ ആരെയായി നോക്കുന്നത്? ഞങ്ങൾ പിന്നെ നേരെ ക്യാൻറ്റീനിലേക്ക് ചെന്നു. അമ്മു, ദേ അർജുൻ. അതിനെന്താ? അവൻ വല്ല പ്രോബ്ലം ഉണ്ടാക്കുമോ? അന്ന പേടിയോടെ ചോദിച്ചു. ഏയ് ഇല്ല, അന്നത്തെ തല്ലിനു ശേഷം അവൻ ഒതുങ്ങിയെന്ന് തോന്നുന്നു. നീ വാ, മൈൻഡ് ചെയ്യണ്ട. ഞങ്ങൾ അവനെ പാസ് ചെയ്ത് നേരെ ക്യാൻറ്റീനിലേക്ക് കയറി.